ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ. അപ്പം പതിവ് പോലെ തന്നെ ഒരു 9:15 ആയി കഴിഞ്ഞപ്പോൾ കോളേജിലേക്ക് എത്തി. അങ്ങനെ ഞാൻ ക്ലാസ്സിലേക്ക് പോവുകയാണ്. ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആരുദ്ര മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പതിവ് പോലെ തന്നെ അനു ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അനുവിന് കൊടകര ഷഷ്ടി ആയതുകൊണ്ട് ഇന്നും നാളെയായിട്ട് വരത്തില്ല. അപ്പോൾ ക്ലാസ്സിലെത്തിയപ്പോൾ ആർദ്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞൊരു 10 മണിയായി കഴിഞ്ഞപ്പോൾ പ്രെയർ സ്റ്റാർട്ട് ചെയ്തു. പ്രെയർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഫസ്റ്റ് പീരീഡ് സ്റ്റാർട്ട് ചെയ്തു. ഹിസ്റ്ററി ആൻഡ് ജോഗ്രഫി ആയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു. സെക്കൻഡ് പീരീഡ് സ്റ്റാർട്ട് ചെയ്തു. സെക്കൻഡ് പീരീഡ് അക്കൗണ്ടൻസി ആയിരുന്നു. പക്ഷെ സാർ അങ്ങനെ അധികം ഇന്ന് ക്ലാസ് എടുത്തില്ല. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ചിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഫോണെടുത്ത് മാറ്റി വയ്ക്കുക, ഒളിപ്പിച്ച് വയ്ക്കുക, അങ്ങനത്തെ കലാപരിപാടികളുണ്ട്. അപ്പം അങ്ങനെ ഒരുത്തൻ്റെ ഫോൺ ഒളിപ്പിച്ച് വെച്ചിട്ട് അവൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഓരോരുത്തരെ കൊണ്ട് പാട്ട് പഠിപ്പിക്കലായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ബെല്ലടിച്ചു. ഇൻ്റർവെല്ലായി. 2 പീരീഡ് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇൻ്റർവെല്ലാണല്ലോ. അപ്പോൾ 11:30 ആയപ്പോൾ ഇൻ്റർവെല്ലായിരുന്നു. ഇവരെന്താ അവിടെ കാട്ടുന്നതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇൻ്റർവെൽ സമയത്ത് ഇവരുടെ ഓരോ കലാപരിപാടികളാണിത്. അത് കഴിഞ്ഞ് ഇവരെന്തോ ഗെയിം കളിക്കായിരുന്നു. എന്നിട്ട് ആ പിന്നൊളിപ്പിച്ച് വെച്ചിട്ട് അത് കണ്ടുപിടിക്കുന്ന ഗെയിമൊക്കെ കളിക്കലായിരുന്നു. അത് കഴിഞ്ഞ് ഇൻ്റർവെൽ കഴിഞ്ഞ് 2 പീരീഡും കൂടി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്, OPയും ഹിന്ദി ട്രെയിനിങ്ങും. അതെനിക്കങ്ങനെ അധികം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ പതിവ് പോലെ തന്നെ 1:30-ക്ക് ക്ലാസ് കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു റീലെടുക്കാമെന്ന് വിചാരിച്ച് ജനാലിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ അവിടെ എന്തോ ബട്ടർഫ്ലൈ ഇരിക്കുന്നത് കണ്ട് പേടിച്ച് നിൽക്കുന്ന ആർദ്രയാണ് നിങ്ങളീ കാണുന്നത്. പിന്നെ അതിനെ പുറത്തേക്കാക്കാണ്ട് അവൾക്കൊരു സമാധാനമില്ല. അപ്പോൾ അവൾ അതിനെ പുറത്താക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ, ബൈ.